സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകളും പരാതികളും അന്വേഷിക്കാൻ 4 വനിതാ IPS ഉദ്യോഗസ്ഥർക്ക് മേഖല തിരിച്ച് ചുമതല നൽകി. DGPയുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലാണ് തീരുമാനം. മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനും യോഗം തീരുമാനിച്ചു. വിവരങ്ങളുമായി ഹരിമോഹൻ ചേരുന്നുണ്ട്. ഹരി, യോഗം ഇപ്പോഴും തുടരുകയാണോ? എന്തൊക്കെയാണ് തുടക്കത്തിലെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ? യോഗം തുടരുകയാണ് ധന്യ. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് അന്വേഷണങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ആരൊക്കെ എവിടെയൊക്കെ അന്വേഷിക്കണം എന്നുള്ളതിൽ കൃത്യമായ ഒരു ധാരണയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് ചേർന്നിട്ടുള്ള യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. DGP കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രധാനമായിട്ടും രണ്ട് മേഖലകളായി തിരിക്കുകയാണ്. അതായത് ഉത്തര കേരളവും മധ്യ കേരളവും 2 ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുന്നു. അതിൽ തെക്കൻ കേരളം മറ്റ് 2 ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുന്നു. അതായത് അന്വേഷണ സംഘത്തിലെ 4 വനിതാ IPS ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ ചുമതല നൽകിയിരിക്കുന്നത്. ഇതിൽ ഉത്തര കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ചുമതല G പൂങ്കുഴലിക്കും ഒപ്പം ഐശ്വര്യ ഡോങ്ക്രയ്ക്കും നൽകിയിരിക്കുന്നു. തെക്കൻ കേരളത്തിലെ ചുമതല അജിത ബീഗത്തിനും മെറിൻ ജോസഫിനുമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ അന്വേഷണം നടത്തുക, ഉത്തര കേരളത്തിലെയും മധ്യ കേരളത്തിലെയും കേസുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരാതികളും ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത് G പൂങ്കുഴലിയാണ്. അതിന് അസിസ്റ്റ് ചെയ്യുകയാണ് ഐശ്വര്യ ഡോങ്ക്ര ചെയ്യുക. ഒപ്പം തെക്കൻ കേരളത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അജിത ബീഗമാണ്. അതിന് അസിസ്റ്റ് ചെയ്യുക മെറിൻ ജോസഫാണ്. ഇത്തരത്തിലാണ് കൃത്യമായ ഒരു അന്വേഷണ ചുമതല വീതിച്ച് നൽകിക്കൊണ്ട് അതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ കുറച്ചുകൂടി ഫലപ്രദമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് സംഘം പ്രത്യേകിച്ച് DGPയുടെ നേതൃത്വത്തിൽ ചേർന്നൊരു യോഗം വിലയിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക കൂടി തയ്യാറാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അതായത് പരാതികൾ നൽകിയിട്ടുള്ള വ്യക്തികൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല, ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുള്ള വ്യക്തികളുടെ പട്ടിക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാകും അത് ഉണ്ടാക്കുക. അതിൽ പ്രധാനമായിട്ടും ഒരു പ്രാഥമിക അന്വേഷണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പട്ടികയിലേക്ക് കടക്കുക. പട്ടിക എന്ന് പറയുമ്പോൾ അതിൽ ഇതുവരെ ആരോപണം ഉന്നയിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവും. ആ സ്ത്രീകളുടെ പേരുകൾ ഉണ്ടാവും. അവരുടെ അടുത്ത് നിന്ന് മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവർ പരാതി നൽകിയില്ലെങ്കിൽ പോലും അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് അതിൽ പ്രാഥമിക അന്വേഷണം നടത്തുക. ഇവരെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഇതുകൂടിയുണ്ടോ? അതായത് ഇതുവരെ പരാതിയോ വെളിപ്പെടുത്തലോ നടത്താത്ത ആളുകൾക്ക് നേരിട്ട് ബന്ധപ്പെടാനുള്ള സാധ്യത കൂടി തുറക്കുന്നുണ്ടോ? ധന്യ, അതിലൊരു സാധ്യത കൂടി തുറന്നു കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഒരു അന്വേഷണ സംഘത്തിലെ ഒരു പ്രധാനപ്പെട്ട വനിതാ IPS ഉദ്യോഗസ്ഥയുടെ ഫോൺ നമ്പർ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതായത് ആർക്കെങ്കിലും പേര് വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാനോ താല്പര്യമില്ലാത്ത ഭയമുള്ള ആർക്കെങ്കിലും ഇത്തരത്തിൽ പരാതികളോ ആരോപണങ്ങളോ അറിയിക്കാൻ വേണ്ടി ഒരു നമ്പർ അത് പരസ്യമായി പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. അക്കാര്യങ്ങളിൽ ആരുടെ നമ്പർ വേണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം അതിന്റെ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നിലവിലെത്തുക. ശരി, അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഓരോ മേഖലയിലേക്ക് ഓരോ IPS ഉദ്യോഗസ്ഥരെ, വനിതാ IPS ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നു. അവർക്ക് ഒരു നമ്പർ കൂടി ഉണ്ടാകും. അത് പുറത്തുവിടും വൈകാതെ തന്നെ എന്നറിയുന്നു. മറ്റുള്ളവർക്ക് പരാതിപ്പെടാം, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാൻ സാധിക്കാത്തവർക്ക് ആ നമ്പറിൽ പരാതിപ്പെടാം എന്നുള്ളൊരു സാധ്യത കൂടി തുറക്കുകയാണ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.